മാണിക്ക് ശേഷം മന്ത്രി കെ ബാബുവിനെ ലക്ഷ്യമിട്ട് ബിജു രമേശ് സെക്രട്ടേറിയറ്റിലെ ബാബുവിന്റെ ചേംബറിൽ വെച്ച് 50 ലക്ഷം കൈമാറിയെന്ന ബിജു ബാബുവിനെതിരെ ഈ ആഴ്ച തന്നെ കേസ് ഫയൽ ചെയ്യുമെന്നും ബിജു രമേശ് വ്യക്തമാക്കി. എന്നാൽ ബാർക്കോഴയിൽ തനിക്കൊരു ഭയവുമില്ലെന്ന് കെ ബാബു പ്രതികരിച്ചു. ബാർക്കോഴ കേസിൽ കെ എം മാണി അടിപതറി വീണ് ഒരു രാത്രി കഴിഞ്ഞ് പുലരുമ്പോൾ അടുത്ത ലക്ഷ്യവുമായി ബിജു രമേശ് മന്ത്രി കെ ബാബുവിനെതിരെ ഒരുങ്ങിക്കഴിഞ്ഞു. 50 ലക്ഷം രൂപ കെ ബാബുവിന് നേരിട്ട് നൽകിയതിന്റെ തെളിവുമായി ഈ ആഴ്ച തന്നെ കേസ് ഫയൽ ചെയ്യുമെന്ന് ബിജു പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ മാണിയെ തറപറ്റിച്ച അതേ രാഷ്ട്രീയ വിധിയുടെ ആയുധങ്ങളെല്ലാം മുനയോടെയും മൂർച്ചയോടെയും ബാബുവിനെയും പിന്തുടരുകയാണ്. 50 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിൽ ബാബുവിന്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തത് ഞാനും എന്റെ ഓഫീസിലെ ജനറൽ മാനേജറും പിന്നെ ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് റസീഫ് ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയതും ബാബുവിനെ കയറി കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടുത്ത മുറിയിലുണ്ട്, അദ്ദേഹം സുരേഷ് ഭായ് അദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ താഴെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സുരേഷ് ഭായ് തന്നെ ഞങ്ങൾ കൊടുത്ത ബാഗ് കൊണ്ടുവന്ന് ബാബുവിന്റെ കാറിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഞങ്ങൾ അന്ന് കണ്ടുകൊണ്ട് താഴെ നിൽക്കുക. ബിജു രമേശിന്റെ ഈ പടയൊരുക്കത്തെ നേരിടാൻ ഒരു മാനനഷ്ട കേസും അത് പിൻവലിക്കാൻ ദൂതനെ അയച്ചുവെന്ന മറ്റൊരു ദുർബലമായ ആരോപണവുമായാണ് ബാബു നേരിടുന്നത്. ഞാനും നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണേ. എൻ്റെ ഡിഫർമേഷൻ കേസുണ്ട്. എൻ്റെ അടുത്ത് പല ദൂതന്മാരും വന്നിരുന്നു പിൻവലിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു ഭയമില്ല എന്ന് മാത്രമല്ല കേസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. അതിനകത്തേ നിങ്ങൾ എൻ്റെ പേരിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി. ആ വെരിഫിക്കേഷൻ നടത്തി എൻ്റെ പേരിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ള റിപ്പോർട്ടും വന്നു. പിന്നെ എന്തോന്ന് തെളിവുള്ള ആൾ ഈ വെല്ലുവിളിക്കുന്ന ആൾ തെളിവ് കൊടുക്കുകയല്ലേ വേണ്ടേ? അല്ലെങ്കിൽ ദൂതന്മാരോട്ട് കേസ് പിൻവലിപ്പിക്കാൻ പറയണോ? ഇത്ര ഉറപ്പുള്ള ആൾക്ക് ശരി. മാണിക്ക് പിന്നാലെ കെ ബാബുവിനെ കൊടുക്കുന്ന കോഴ ആരോപണങ്ങളും കേസും മുഖ്യമന്ത്രി പതിവ് ഭാഷയിൽ എന്നാൽ ഇങ്ങനെ എഴുതിത്തള്ളുന്നു. ഇത്രയും നാൾ എന്ത് ചെയ്യായിരുന്നു? ഒരു കൊല്ലമായിട്ട് ചർച്ച ചെയ്യില്ലഞ്ഞോ. അപ്പൊ ഇതിന്റെ പുറകെ മറ്റെന്തോ രഹസ്യം ഉണ്ടെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. ന്യൂസ് ഡെസ്ക്.